നമസ്കാരം, ദാസ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിൽ നോക്കിയേ കൃഷ്ണന്റെ അടിപൊളി വിഗ്രഹമാണത്. ഈ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ ഭായിമാരുണ്ട് ഇവിടെ. രാജസ്ഥാനിൽ വന്ന് ഇവിടെ 15-20 വർഷത്തോളമായിട്ട് ഇവിടെ സ്ഥലം റെന്റിനൊക്കെ എടുത്ത് ഈ നിർമ്മിതികൾ, ഈ പ്രവൃത്തികൾ ചെയ്യുന്ന കുറച്ച് ഭായിമാർ, നമ്മുടെ സഹോദരങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാൻ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കൃഷ്ണന്റെ വിഗ്രഹമില്ലേ, വളരെ ഭംഗിയായിട്ടുള്ള വിഗ്രഹം നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ പൂജാമുറികളിലും ഓഫീസുകളിലൊക്കെ വയ്ക്കാൻ പറ്റിയ വിഗ്രഹങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. വിഗ്രഹങ്ങൾ മാത്രമല്ല, മറ്റ് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് നെല്ലായി ആണ് കേട്ടോ. നെല്ലായി ഹൈവേയുടെ സൈഡിലാണ്. അപ്പൊ ഞാൻ അവിചാരമായിട്ടാണ് കണ്ടേ. അപ്പൊ ഇറങ്ങി ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ നിന്നിട്ട് ഈ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഓരോരുത്തരെ പരിചയപ്പെടാൻ ഉണ്ടാക്കുന്ന നിർമ്മാണ രീതികൾ നമുക്ക് കാണാം. ആ പ്രതിഭ നിർമ്മാണത്തിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫൈബറിന്റെ ഡൈ ആണ് ഈ കാണുന്നത്. ഈ ഫൈബറിന്റെ ഡൈയിൽ ഈ റബ്ബറിന്റെ മോൾഡ്, ഈ കിടക്കുന്ന ബ്ലാക്ക് കളറുള്ള റബ്ബറിന്റെ മോൾഡാണ്. അത് കൃഷ്ണന്റെ രൂപത്തിലായിരിക്കും. അതല്ല എലിഫന്റ് എലിഫന്റ്, അങ്ങനെ പല രൂപത്തിലുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മോൾഡിൽ വെക്കണം, ഡൈയുടെ ഉള്ളിൽ വെക്കണം. കേട്ടാ, അത് ഇതിന്റെ കൃഷ്ണന്റെ അല്ലേ, കൃഷ്ണന്റെ റബ്ബറിന്റെ മോൾഡ് ഉണ്ട്. ആ മോൾഡ് ആ ഫൈബറിന്റെ ഡൈയുടെ ഉള്ളിൽ ഇത് സെറ്റ് ചെയ്തതാ. അത് സെറ്റ് ചെയ്തിട്ട് 3 പാളിയായിട്ടാണ് ഈ ഡൈ. അങ്ങനെ 3 പാളി വെച്ചു. അങ്ങനെ അതാ സാധനം ഉപയോഗിച്ചിട്ട്, വള്ളി ഉപയോഗിച്ചിട്ട് കെട്ടി, സ്ട്രോങ് ആയിട്ട് കെട്ടി. നമ്മള് സാധനം സെറ്റാക്കാൻ പോടും അല്ലേ, ഉണ്ടാക്കാൻ പോടും അല്ലേ. ഇതാ എന്താ സാധനം ഇപ്പൊ? പ്ലാസ്റ്റർ പൈസ് ഗ്രീൻ ജിപ്സം അല്ലേ. ഗ്രീൻ ജിപ്സം എന്നുള്ള കമ്പനിയുടെ പ്ലാസ്റ്റർ പൈസ് അല്ലേ, ജിപ്സം പൊടി. ആ സാധനമാണ് നമ്മള് ഈ പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവം കേട്ടോ. അത് ഡൈയിൽ സെറ്റ് ചെയ്യുമ്പോൾ സംഭവങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നമ്മുടെ ഓംപ്രകാശ് ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ല. ആദ്യം അത് പകർത്തും. അങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലിട്ട് ഇങ്ങനെ ഇളക്കി 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 നല്ല സ്മൂത്താക്കി, ഒരു തരി പോലും ഇല്ലാണ്ട് നല്ല ക്ലിയർ ആക്കിയിട്ട് മിക്സ് ചെയ്യണം. അല്ല സംഭവം സെറ്റായി. ഇതാ അതിലൊഴിക്കണ് ഒക്കെ ഡൈ റെഡി ആക്കിയിരിക്കല്. ആ ഡൈ റെഡി ആക്കിയാൽ ഇത് ഒഴിക്കുന്നതിൽ അല്ല പ്ലാസ്റ്റർ പാരീസ് അതിലൊഴിക്കണ് എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് അത് സെറ്റാക്കണം. അപ്പൊ അതിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു. എത്ര പ്രാവശ്യം ഒഴിക്കും ഭായി ഇതില്? രണ്ടാമത് 2 പ്രാവശ്യം ഒഴിക്കും അല്ലേ. അപ്പോഴാണ് കട്ടി കിട്ടുക അല്ലെ, ഉള്ളിൽ കട്ടി കിട്ടാൻ വേണ്ടി അല്ലേ. 2 പ്രാവശ്യം ആ ജിപ്സം പൊടിന്റെ പേസ്റ്റ് ഈ ഡൈനുള്ളിൽ ഒഴിക്കും കേട്ടോ. അപ്പോഴാണ് ശരിക്കും കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നത്. അവർ തിരിച്ചിങ്ങനെ മറക്കുന്നുണ്ടല്ലോ, അതിനുള്ളിൽ ഒഴിച്ചതിന് ശേഷം മറക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്ക്. അത് ശരിക്കും പറയാൻ ഒരു എക്സ്പീരിയൻസ് തന്നെ വേണം, എല്ലാ ഭാഗത്തേക്ക് ആവണം, അല്ലെങ്കിൽ പൊളിച്ചു കഴിയുമ്പോൾ അവരുടെ പേച്ചാവും. അപ്പൊ ഓം പ്രകാശ് ഇപ്പൊ എന്താ ചെയ്യുമ്പോൾ നമ്മള് ഇത് അയക്കണോ? ഇപ്പൊ കൊറേ രാവിലെ ഞാൻ ഇതിനകത്ത് പ്ലാസ്റ്റർ പൊടി ആക്കിയിട്ട് ഉണ്ടാക്കിയത് കൃഷ്ണന്. ഇപ്പൊ ഈ 1 മണി കഴിഞ്ഞ് ഇത് എല്ലാം ഉണ്ടാക്കും. എത്ര മണിക്കൂർ വെച്ചിട്ടുണ്ട് ഡൈയില്? 3 മണിക്കൂറായി. 3 മണിക്കൂർ മുമ്പ് ആയി. 3 മണിക്കൂർ മുന്നേ ഡൈയില് വെച്ചു അല്ലേ. അത് ശരി, ഒഴിച്ചു വെച്ച സാധനം അല്ലേ ഇത്. എന്താ പറയുന്നത്? ഇത് മോൾഡ്. മോൾഡ് ഈ ഡൈയുടെ ഉള്ളിൽ ഉള്ള സംഭവമാണ് മോൾഡ്. അതായത് ഇത് റബ്ബറാണ്. അത് റബ്ബർ അല്ലേ. ഇത് പൊളിക്കുമ്പോ ഇതിന്റെ അകത്താണ് പ്ലാസ്റ്റർ പാരീസ് ചാലിച്ചിട്ട്, വെള്ളത്തിൽ ചാലിച്ചിട്ട് ഒഴിക്കുന്നതില്. അങ്ങനെയാണ് ഈ റബ്ബറിന്റെ ഉള്ളില് മോൾഡ് തയ്യാറായിട്ട് ഈ സംഭവം കൃഷ്ണ വിഗ്രഹം ശരിയാണ്. ഇവിടെ ഹോൾസെയിൽ ആയിട്ടുണ്ടല്ലേ, ഒരുപാട് ആൾക്കാർ ഇവിടെ ഹോൾസെയിൽ മേടിച്ചു. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിലക്കുറവിൽ ഒന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൂജാമുറിയിലും അതുപോലെ തന്നെ ഷോറൂമിൽ വെക്കാം. പിന്നെ വിഷുവിന് കണി കാണാൻ ബായിക്കാൻ കേട്ടാ. വിഷുവിന് ഇവിടെ എത്ര വർഷമായി പറഞ്ഞു? 15 വർഷമായി ഇവിടെ. മലയാളം നന്നായിട്ട് അറിയോ? കുറച്ച് എത്ര അറിയില്ല, എന്നാലും കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാവും അല്ലേ. അപ്പൊ നമ്മുടെ പൂജാമുറിയിലായാലും മറ്റേ ഓഫീസിലായാലും എവിടെയായാലും കണി കാണാനായിട്ട് ഇവിടുത്തെ വിഗ്രഹങ്ങൾ കേട്ടോ നമ്മൾ കൊണ്ടുപോയി. അപ്പൊ ശരിക്കും പറയുന്നത് ദൈവത്തിന്റെ കരങ്ങൾ തന്നെ പറയില്ലേ, ഇവരെ ഒരു നിർമ്മിതി ഏറ്റവും വലിയ കാര്യമാണ്. ഇത് മാത്രമല്ല, ഇത് കളർ ചെയ്യുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ലിപ്പും കണ്ണുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആ രൂപം, ആ ദൈവം ഇറങ്ങി വരുന്ന, ആ വായിച്ചു വരുന്ന രൂപം നമ്മുടെ കിട്ടണമെങ്കിൽ അത്രയും കളറെങ്കിൽ, അത്ര
പ്രാവീണ്യമുള്ള ആൾക്കാർക്ക് പറ്റില്ല. അതാ ആ പൊളിച്ചു ഓം പ്രകാശം നിരത്തി വെച്ചിട്ടുണ്ട് അല്ലേ? ഇതിപ്പോ പൊളിച്ചല്ലേ അയച്ചല്ലേ അത്? ഇതിപ്പോ നോക്കിയേ ചെറിയൊരു നനവുണ്ട് അല്ലേ? അത് ഈർപ്പത്തിന്റെ അല്ലേ? ഇനി ഇത് വെയിലത്ത് വെക്കും അത്? വെയിലത്ത് വെക്കും. വെയിലത്ത് വെച്ച് ഉണങ്ങുമ്പോൾ നല്ല നല്ല ഡ്രൈ ആയുള്ള സാധനം കിട്ടും. ഭംഗിയായുള്ള സാധനം. അടിപൊളി. ഓം പ്രകാശ് ഈ റബ്ബറിന്റെ ഉള്ളിൽ എന്തെങ്കിലും തേക്കോ? എണ്ണ ഓയിലോ തേക്കോ? ഒന്നുമില്ല അല്ലേ? വെള്ളം മാത്രം. അത് ശരി. ഓക്കെ. അങ്ങനെ നിരവധി സാധനങ്ങൾ ഇവിടെ പൊളിക്കാൻ കേട്ടാ. തീർന്നില്ല. ഇവിടെ കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ മാത്രമല്ല കേട്ടാ. നോക്കിയതെ വേറെ സംഭവം പൊളിക്കാൻ പോവാ. ഓം പ്രകാശ് ദേ അത് പൊളിക്കണ്. ആ ഡൈരകത്തുനിന്ന് ആ മോൾഡ് എടുക്കണ് പൊളിച്ചും കൊണ്ട്. ഇതാ നോക്കിയേ. അടുക്കുമ്പോ അറിയുള്ളൂ എന്താന്നുള്ളത്. ഇപ്പൊ മനസ്സിലായിണ്ടോ എല്ലാവർക്കും അല്ലേ? നോക്കിയേ ആ ഡൈ നോക്കിയേ. കണ്ടാ ഹാത്തി ആന അല്ലെ? എലിഫന്റ്. ഇതിനുള്ളിൽ എന്താ ഇനി എടുക്കുമ്പോ കാണാം അതിന്റെ അവസ്ഥ. ഭംഗിയുള്ള സംഭവം കാണാൻ പറ്റും. ആ റബ്ബർ പൊളിക്കുന്നത് നോക്കിയേ. തിളങ്ങിക്കൊണ്ടിരിക്കുക കണ്ടാ. വളരെ സ്മൂത്ത് ആയിട്ട്. ശരിക്കും നമ്മള് എന്താ പറയാ ഈ മാർബിൾ കൊണ്ടൊക്കെ ഉണ്ടാക്കില്ലേ ആ രൂപത്തിലുള്ള ഫിനിഷിങ് ഇപ്പൊ തന്നെ വന്നിരിക്കുന്നത് അല്ലെ? നല്ല ഭംഗിയായിട്ടുണ്ട്. പിടിക്കണേ അത്? ഒറ്റയ്ക്കുള്ള പരിപാടിയില്ല, വേറെ ഹെൽപ്പ് ഒന്നുമില്ല അല്ലെ? 15 വർഷമായില്ലേ സർവീസ് അല്ലേ? ആ കാണുന്ന മാരില്ലട്ടാ. അത്ര വെയിറ്റ് ഒന്നുമില്ല അല്ലെ? എത്ര വെയിറ്റ് ഉണ്ടാവും അത്? ഒരു 1.5 കിലോ ഉണ്ട്. അത്രേ ഉള്ളു. ഉണങ്ങുമ്പോ പിന്നെ കുറയില്ലേ? കഴിഞ്ഞല്ലേ? നോക്കിയ എത്ര ഫിനിഷിംഗ് ആയിട്ടാ നോക്കിയ. അതെന്തൊരു സംഭവം? പശു. അതെ. അപ്പൊ ഞാൻ നിലത്തേക്കിട്ടേ ഇത് നിലത്തേക്കുണ്ട് കേട്ടാ. ഇതവിടെ അപ്പൊ അതെ പശുവിനെ എല്ലാം നമ്മുടെ മോൾഡിൽ ഉണ്ടാക്കും അല്ലേ? ഒരാളുടെ രൂപം ഉണ്ടാക്കുമോ മോളൊക്കെ? ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ശരി. ഈ ഒരു മെത്തഡ് തന്നെയുള്ള എനിക്കും വരുന്നത് അല്ലേ? ഇങ്ങനെ റബ്ബർ പൊളിക്കാൻ തന്നെ ഇത്തിരി പണിയുണ്ട്. പിടിച്ച് പണിക്കാൻ പണിയുണ്ട് അല്ലേ? ശരി. ശരിക്കും അതിനുള്ളിലൊക്കെ പിടിച്ചെടുക്കണം അല്ലേ? പശും കിടാവുന്നേ. ഇതിങ്ങനെയാണ് അതിന്റെ ഹോളൊക്കെ ഇതിൽ നിറയ്ക്കുമ്പോ വരുന്നത്. അല്ല ഭംഗിയില്ലേ? നിന്നിട്ട് വരുന്നത് ഗണപതി. താഴെ കിട്ടത് നേരം പിടിക്കുമ്പോ എന്റെ കയ്യിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കാശ് കൊടുക്കേണ്ടി വരും. അപ്പൊ എന്തായാലും താഴെ വയ്ക്കാം. അവിടെ വെച്ചിട്ടുണ്ട് ഗണപതി. നമ്മുടെ ഗണപതി പപ്പാമോരി എന്നൊക്കെ പറയില്ലേ? നമ്മുടെ വിഘ്നേശ്വരൻ. വിഗ്രഹങ്ങളൊക്കെ അകത്തുന്ന വിഘ്നേശ്വരന് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഇതാ വിഘ്നേശ്വരൻ. അയ്യോ ഇതാ ചെറിയൊരു വിഘ്നേശ്വരൻ. അടിപൊളി. ഇവിടെ എലിയുണ്ട്. ഞാനത് ആലോചിച്ചോളൂ. വിഘ്നേശ്വരൻ ഉണ്ടെങ്കിൽ ഗണപതി ഭഗവാൻ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തൊരു എലി ഉണ്ടാവും. അവിടെ ആലോചിച്ചോ. അതെ എലിയുണ്ട് ഇവിടെ അല്ലെ? സരസ്വതി. ആഹാ അത് പൊളിക്കൂ. സരസ്വതി ഉണ്ട്. അപ്പൊ അത് താഴെ വെക്കട്ടെ കേട്ടാ. താഴെ വെച്ചു. അപ്പൊ അടുത്ത് കാണാൻ പോകുന്നത് സരസ്വതിന്. അതിന് വെറൈറ്റി ഉള്ള സംഭവങ്ങളാ. എല്ലാം വെറൈറ്റി അല്ലേ? ഇതാ അടിപൊളി. എന്ത് ഭംഗിയായിരിക്കുന്നൊക്കെ. സരസ്വതി വീണ പിടിച്ചിരിക്കുന്നത്. അടുത്ത് ഒരു താമരയിലാണ് ഇരിക്കുന്നത്. നല്ല രസമുണ്ട്. ഫുൾ ഡീറ്റെയിലുകൾ അല്ലേ? ഇപ്പൊ തന്നെ അതിന്റെ കണ്ണിന്റെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ ഡീറ്റെയിലും വന്നിട്ടുണ്ട്. ഇനി വേറൊരു പണിയില്ലേ? കളർ മാത്രം കൊടുത്താൽ മതി. അത്രയും ഭംഗിയായിട്ടുണ്ട് അല്ലേ? ഇതിന്റെ മോഡലുകളൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്? ആരാ ഉണ്ടാക്കുന്നതൊക്കെ? വലിയ ചേട്ടൻ ഉണ്ടാക്കുന്നത് അല്ലേ? അത്രയും ആർട്ടിസ്റ്റാണ്, കലാകാരനാ? അതെ. ഓ ഭയങ്കര ആ കഴിവ് തന്നെ നമിക്കണം. അത്രയും നല്ല കഴിവും കാര്യങ്ങളും ആൾക്ക് എത്ര നന്നായിട്ട് ഈ മോൾഡും കാര്യങ്ങളും ഡൈയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് സരസ്വതി തന്നെ അല്ലേ? വീണ പിടിക്കാത്ത സരസ്വതി അല്ലേ? ധനലക്ഷ്മി. ധനലക്ഷ്മി. ഇത് സരസ്വതി ധനലക്ഷ്മി അല്ലേ? വീട്ടിൽ വെക്കാനായിട്ട്. ശരി. അതെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ കുമ്പത്തിന്ന് വീഴുന്നു നാണയങ്ങള് വീഴുന്നു അല്ലേ? അങ്ങനെയുള്ളത്. ശരി. അപ്പൊ അങ്ങനെയുണ്ട് ധനലക്ഷ്മി. ഇനി വേറെ പൊളിക്കുന്നുണ്ട് കേട്ടാ. ഇത് താഴെ കിട്ടത് ദൈവമേ. എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ. എല്ലാ ഐറ്റംസും അല്ലേ? ഇതാ ഇതിപ്പോ നോക്കുമ്പോഴപ്പെടുത്തില്ല. എന്തിട്ടത് ഇതിന്റെ സംഭവം നോക്കി എന്തൊരു ഭംഗിയാ നോക്കിയത് കാണാനായിട്ട്. ഓ എന്ത് രസം നോക്കി. ആ ചിരിയും കാര്യങ്ങളൊക്കെ നോക്കി. കുബേരകുഞ്ചി. ലാഫിംഗ് ബുദ്ധ. എത്ര ഭംഗിയായി. ഈ സാധനം കളറടിച്ച് വരുമ്പോ ഇടിവെട്ട് രൂപത്തിലാവും. നമ്മുടെ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ധനാകർഷത്തിനല്ലേ? കാശ് വരും അല്ലേ? വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കാശ് വരും കേട്ടോ.
അങ്ങനെ പറയുന്നത് പണിയെടുക്കാൻ കാശ് വരുന്നല്ലേ അത് വേറെ വിഷയം. അങ്ങനെ ഒരു വിശ്വാസം. അപ്പൊ അതിന്റെ പുറത്ത് നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന സംഭവമാണ് ഈ ലാഫിംഗ് ബുദ്ധ കുബേരക്കുഞ്ചി. ഒരു വലുപ്പമുണ്ട്, കിഴിക്കെട്ടുണ്ട്, ഇതുണ്ട് മറ്റേ മാജിക് ലാമ്പ് കയ്യിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇതുണ്ട്, എന്താ പറയാ, മാറാപ്പ് ഇതാ കയ്യിൽ ചുട്ടി വെച്ചിട്ടുണ്ട്, നാണയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വീട് വെക്കുന്ന സംഭവമാണ്. അതെന്തൊരു സംഭവം? അത് ആനയല്ലേ അല്ലേ? ഇത് ചെറിയാന. നമസ്കാരം ചെല്ലുന്ന ചെറിയാന കണ്ടോ? ഇതെന്ത് ഇവിടെയൊക്കെ ഉള്ളത്? ഇത് വീട്ടിലെ ഷോറൂമിന് വെക്കാം, ഷോക്കേസിൽ വെക്കാം അല്ലേ? ശരി, ടിവിയില് മോനൊക്കെ അല്ലേ? അപ്പൊ നമുക്ക് സലാം തരുന്ന ആന അല്ലേ? ശരി, എനിക്കിത് ഇഷ്ടമായിട്ടാ, ഇത് ഇഷ്ടമായിട്ടുണ്ട്. ഇവിടെ വളരെ സസ്തയായിട്ടുണ്ട്, വളരെ വിലക്കുറവിനാണ് ഇവിടെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത്. ഇത് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അവര് ഒരു ഇടനിലക്കാരെന്ന് പറയില്ലേ, അതേപോലെ മറച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു പൈസ വരും. ശരിക്കും നിങ്ങൾക്കൊക്കെ ഈ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വരാം കേട്ടോ. ഇത് നെല്ലായി ഹൈവേയുടെ സൈഡിലാണ് ഈ സംഭവം. നമ്മുടെ ഭായിമാര്, രാജസ്ഥാനിലുള്ള ഭായിമാരാണ് അത്. ഇവര് ഫാമിലി ആയിട്ട് താമസിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ എത്ര പീസ് വേണമെങ്കിലും കൊണ്ടുപോകാം. വളരെ ഓൾറെഡി റെഡി ആയിരിക്കുന്ന സംഭവമുണ്ട്. ഇനി പല ടൈപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പല രൂപത്തിലുള്ള സംഭവം ചെയ്തു തരും. हाँ कैसे भाई? ठीक है। आप क्या कर रहे हैं इसमें? इसमें अभी पेंटिंग डालेगा। पेंटिंग? कौन सा पेंटिंग है इसमें? ये ना बोलते वाटर पेंटिंग। वाटर पेंटिंग। भैया, बहन, सॉरी भाई, बहन, आपका नाम क्या? തീരുമ. നീലിമ. അച്ഛാ, നല്ല പേരാണല്ലോ നീലിമ. അപ്പൊ നീലിമ ചെയ്യുന്നത് എന്തിട്ടാ? എന്താ ഞാൻ ഇവിടെ നോക്കി മനസ്സിലായില്ല കേട്ടോ. അതെ, ലിപ്പ് നോക്കി, ലിപ്റ്റിക് ഇടണം, ചുണ്ടുമ്പോ ലിപ്റ്റിക് ഇട്ട് നല്ല ഭംഗിയാക്ക, മൊഞ്ചാക്കാണ്. ഇതന്നെ ഒരു കലയാണ് കേട്ടോ. അതൊക്കെ ഇതുമ്പോഴാണ് ശരിക്കും ആ പ്രതിമകളുടെ ജീവൻ വരുന്നത്. ഡൈന്നെടുത്ത മുകളിൽ നിന്ന് എടുത്ത സ്റ്റാച്ചു ഉണ്ടല്ലോ, അത് കളർ ചെയ്ത് നല്ല ഭംഗിയാവുന്ന ഈ സാധനത്തിന് ശരിക്കും ജീവൻ വരുന്നത്. അപ്പോഴേ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫിനിഷ് ചെയ്ത്. ഇതില് കൃഷ്ണന്റെ പ്രതിമകൾ മാത്രമല്ല കേട്ടോ, ആനകളുണ്ട്, അതുപോലെ തന്നെ പയ്യും അതിന്റെ കിടാവും പാല് കുടിക്കുന്നത് ഉണ്ടല്ലോ, ആ രൂപത്തിലുള്ള പ്രതിമകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ആനകളുണ്ട്, അപ്പൊ ചെറിയ ചെറിയ കൃഷ്ണന്റെ വിഗ്രഹങ്ങളുണ്ട്, വലിയതുണ്ട്, വലിയ ആനകളുണ്ട്. അങ്ങനെ സംഭവങ്ങൾ ഒരുപാട് ഫിനിഷായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈശ്വരനെ താമസിക്കുന്ന വീടിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് കേട്ടോ. ചെബായിരെ മോളാണ് കേട്ടോ, മിശ്ര. നോക്കിയേ, ഇവിടെ നോക്ക്, ഇതാരാ നോക്കി, അഞ്ചി 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 അഞ്ചി. ആ സ്റ്റോറൊക്കെ അവിടെ തന്നെയല്ലേ? आपका घर में अंदर स्टोर है? पूरा സ്റ്റോക്ക് ചെയ്ത് തന്നെ. ഈ സ്റ്റോക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഹോൾസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന എല്ലാ സ്റ്റാച്ചു ഫിനിഷ് ചെയ്തൊക്കെ ഈശ്വരൻ താമസിക്കുന്ന വീട്ടിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. ഇതൊക്കെ ബുക്ക് ചെയ്താണോ? അത് കസ്റ്റമർക്ക് വേണ്ടിട്ടൊക്കെ ബുക്ക് ചെയ്തേക്കണം അല്ലേ? ഈ കളറിന്റെ സ്റ്റാച്യൂസ് ഉണ്ട് അല്ലേ? ഇതൊക്കെ കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ ഇരിക്കുന്നതല്ല കേട്ടോ. മാർച്ച് വിഷു സമയത്ത് അല്ലേ? വിഷു സമയത്ത് ഇതെല്ലാം കൊണ്ടുപോട്ടാ കടക്കാർ വാങ്ങിച്ചോണ്ട് പോകും. അതിന് വേണ്ടി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബുക്ക് ചെയ്ത് അഡ്വാൻസ് ഒക്കെ തന്നിട്ട് റെഡിയാക്കി വെച്ചിരിക്കണം അല്ലേ? പ്രതിമ ഉണ്ടാക്കേണ്ട ആദ്യത്തെ സംഭവം ഒരു പ്ലാസ്റ്റർ പ്രൈസിന് ഒരു മൂർത്തിന് എന്തോ ഒരു പ്രതിമ ഉണ്ടാക്കി നോക്കി. അതിനുശേഷം ഇതേപോലെ റബ്ബർ മെഷീനിൽ പോട്ട് ചെയ്തിട്ട് ഈ റബ്ബർ പൊടിച്ചെടുത്തിട്ട് അടുത്ത ടൈല് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തിട്ടാണ് വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് പ്ലാസ്റ്റർ പ്രൈസ് കോരി ഒഴിക്കുമ്പോൾ നമുക്ക് പ്രതിമകൾ വീണ്ടും വീണ്ടും എന്തോ വേണമെങ്കിൽ ഉണ്ടാക്കാൻ അല്ലേ? അങ്ങനെ ഉണ്ടാക്കുന്ന സംഭവത്തിന് ഡൈലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ മൂർത്തികളുടെ പലതരം മൂർത്തിയുണ്ട് അല്ലേ? ആനയുണ്ട്, അതുപോലെ തന്നെ ഇതാ ഗണപതി ഉണ്ട്, ബുദ്ധനുണ്ട്, സരസ്വതി, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഡൈലി സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഈശ്വർജിയുടെ ഇവിടുത്തെ കൃഷ്ണ വിഗ്രഹങ്ങളും മറ്റും ഉണ്ടാക്കുന്ന വിശേഷങ്ങളെല്ലാം കണ്ടില്ലേ? അപ്പൊ ഈശ്വർജിയുടെ ആരെ അവിടെ പിതാജിയായിട്ട് തുടങ്ങിയതാണ് അല്ലേ ഈ സംഭവം അല്ലേ? എത്ര വർഷത്തോളം ഇവിടെ തുടങ്ങിയിട്ട് പറഞ്ഞ? 20 വർഷമായിട്ട് തുടങ്ങിയിട്ടല്ലേ? അങ്ങനെ സംഭവമാണ്. ഒരുപാട് നിർമ്മിതികളവിടെ കണ്ടു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അല്ലേ?
ഇതെങ്ങനെയാ ഹോൾസെയിൽ ആണോ അത് കംപ്ലീറ്റ് ഇവിടെ? ഹോൾസെയിലും റീറ്റെയിൽ ആയിട്ട് കൊടുക്കും അല്ലേ? ആ ശരി. അപ്പൊ ഒരു സീസൺ പറയുമ്പോ പിന്നെ വരാൻ പോകുന്നുള്ളൂ അല്ലെ? വിഷു സമയത്തൊക്കെ ആയിരിക്കും അല്ലേ? നിങ്ങൾ ഫാമിലി ആയിട്ടുണ്ടോ ഇവിടെ താമസിക്കുന്ന എല്ലാവരും? ഫാമിലി ആയിട്ട് താമസിക്കുന്നത് അല്ലേ? അത് ശരി. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഷെയർ ഇവിടെ ഒരുപാട് സംഭവം ഉണ്ടാക്കുന്നുണ്ട്. ഇവരുടെ നമ്പർ ഞാൻ വീഡിയോ എടുത്ത് ആളെ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരാം, നേരിട്ട് വന്നുകൊണ്ട് സാധനം മേടിച്ചു കൊണ്ടുപോകാം അല്ലെ? റേറ്റ് കുറവില് നമ്മുടെ ഇവര് തരും, സാധനങ്ങളൊക്കെ തരും. അപ്പൊ അത് മേടിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കി തരും. അപ്പൊ ഇവരൊക്കെ 15-20 വർഷമായി ആൾക്കാരും ഉണ്ട്. അവരൊക്കെ ഈശ്വർ ഭായിയുടെ മോള് അല്ലേ? പപ്പു. അത് ശരി. അപ്പൊ ടാറ്റ കാണിക്കൂ. എല്ലാവർക്കും വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക. നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഒരു ബൈ പറഞ്ഞ എല്ലാവരും, ഒരു ബൈ പറഞ്ഞ ബൈ.